നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃശൂർ മുണ്ടത്തിക്കോട് പൂരം വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രത്തിൽ ഉഗ്രസ്ഫോടനം. 40ഓളം തൊഴിലാളികൾക്ക് പൊള്ളലേറ്റു. പനകുളം കൈതക്കാപ്പുഴ കുഞ്ഞക്കൻ രാമകൃഷ്ണൻ ജന്മദിന അനുസ്മരണം സംഘടിപ്പിച്ചു. ചടങ്ങിൽ സ്കോളർഷിപ്പ് ചികിത്സാ സഹായ വിതരണവും നടന്നു. പാലേക്കര ടോൾ പ്ലാസയിൽ മാരക മയക്കുമരുന്നായ MDMA-യുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘവും പുതുക്കാട് പോലീസും ചേർന്നായിരുന്നു അറസ്റ്റ്. വാർത്തകൾ വിശദമായി. തൃശൂർ മുണ്ടത്തിക്കോട് പൂരം വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രത്തിൽ ഉഗ്രസ്ഫോടനം. 40ഓളം തൊഴിലാളികൾക്ക് പൊള്ളലേറ്റു. തൃശൂർ പൂരത്തിനായുള്ള വെടിക്കെട്ട് സാമഗ്രികൾ ഒരുക്കുന്ന മുണ്ടത്തിക്കോട് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടുപുരയിലുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ 13 പേർ കൊല്ലപ്പെട്ടു. അപകടത്തിൽ 40ഓളം പേർക്ക് പരിക്കേറ്റതായാണ് പ്രാഥമിക വിവരം. ഇതിൽ 8 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30യോടെയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. മുണ്ടത്തിക്കോട് സതീഷ് എന്നയാളുടെ ലൈസൻസിലുള്ള വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രത്തിലാണ് അപകടം നടന്നത്. സാമ്പിൾ വെടിക്കെട്ടിനും പ്രധാന വെടിക്കെട്ടിനുമായി വലിയ തോതിൽ കരിമരുന്ന് ഇവിടെ സൂക്ഷിച്ചിരുന്നു. ആദ്യ സ്ഫോടനത്തിന് പിന്നാലെ വെടിക്കെട്ടുപുരയിൽ തുടർച്ചയായി പൊട്ടിത്തെറികൾ ഉണ്ടായതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. കിലോമീറ്ററുകളോളം ദൂരത്തിൽ സ്ഫോടന ശബ്ദം മുഴങ്ങിക്കേട്ടു. പ്രകമ്പനത്തിൽ സമീപത്തെ നിരവധി വീടുകളുടെ ജനൽ ചില്ലുകൾ തകരുകയും കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. തുടർച്ചയായ സ്ഫോടനങ്ങളും പ്രദേശമാകെ പടർന്ന കനത്ത പുകയും കാരണം രക്ഷാപ്രവർത്തകർക്ക് സംഭവസ്ഥലത്തേക്ക് എളുപ്പത്തിൽ അടുക്കാൻ സാധിച്ചില്ല. ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലാണ് അപകടസ്ഥലത്ത് കാണപ്പെട്ടത്. സമീപത്തെ പാടശേഖരങ്ങളിലേക്ക് പടക്കങ്ങൾ തെറിച്ചു വീണ് പൊട്ടിക്കൊണ്ടിരുന്നതും ഫയർഫോഴ്സിന് വെല്ലുവിളിയായി. നിലവിൽ തൃശൂർ, പാലക്കാട് ജില്ലകളിലെ 6 സ്റ്റേഷനുകളിൽ നിന്നുള്ള അഗ്നിശമന സേനാ യൂണിറ്റുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പാടത്ത് നിശ്ചിത അകലം പാലിച്ചു നിന്നാണ് തീയണയ്ക്കാൻ ശ്രമിക്കുന്നത്. അപകടത്തിൽ പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ലൈസൻസി സതീഷും പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് സൂചന. അപകട സമയത്ത് എത്ര തൊഴിലാളികൾ വെടിക്കെട്ടുപുരയിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ കൃത്യമായ കണക്കുകൾ ലഭ്യമായിട്ടില്ല. കെട്ടിടത്തിനുള്ളിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് സ്ഫോടനങ്ങൾ പൂർണ്ണമായും ശമിച്ചതിനുശേഷമേ വ്യക്തമാകൂ. ജില്ലയിലെ മുഴുവൻ രക്ഷാപ്രവർത്തകരോടും സന്നദ്ധ പ്രവർത്തകരോടും അടിയന്തരമായി സംഭവസ്ഥലത്തെത്താൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂരത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയുണ്ടായ ഈ വൻ ദുരന്തം തൃശൂരിനെയാകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. പനകുളം കൈതക്കാപ്പുഴ കുഞ്ഞക്കൻ രാമകൃഷ്ണൻ ജന്മദിന അനുസ്മരണം സംഘടിപ്പിച്ചു. ചടങ്ങിൽ സ്കോളർഷിപ്പ് ചികിത്സാ സഹായ വിതരണവും നടന്നു. കൈതക്കാപ്പുഴ കുഞ്ഞക്കൻ രാമകൃഷ്ണൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെയും കൈതക്കാപ്പുഴ മുത്തപ്പൻ ചാരിറ്റി ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങ് നടന്നത്. കൈതക്കാപ്പുഴ മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം നടന്ന ചടങ്ങ് തൃശൂർ വിദ്യ അക്കാദമി ഓഫ് സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ PS അഭിലാഷ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇത് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്ത ട്രസ്റ്റ് മെമ്പേഴ്സിനെയും കമ്മിറ്റി മെമ്പേഴ്സിനെയും പ്രത്യേകിച്ച് അശ്വിൻ, എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്ന വിദ്യയിൽ അശ്വിനോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു. പിന്നെ ഇതൊരു വളരെ നല്ലൊരു പ്രവൃത്തിയാണ്. ഇപ്പോൾ കുറേ വർഷങ്ങളായി ചെയ്യണമെന്ന് അറിഞ്ഞു. സ്കോളർഷിപ്പ് ഒക്കെ കഴിഞ്ഞ 2 years ആയിട്ടാണ് കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത് ശരിക്കും പറയാച്ചാൽ എമൗണ്ട് അല്ല, അതിനേക്കാളും കൂടുതൽ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷനും ഒരു കോൺഫിഡൻസും റെസ്പോൺസിബിലിറ്റിയും കൂടെ വരും. അതായത് നമുക്കൊരു സ്കോളർഷിപ്പ് കിട്ടി കഴിഞ്ഞാൽ അത് നമുക്ക് യോഗ്യരായ കാരണമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസും വരും, ഒരു റെസ്പോൺസിബിലിറ്റിയും, ബാക്ക് ടു സൊസൈറ്റി ഞാനും ഇതേപോലെ ചെയ്യണം എന്നുള്ളൊരു തോന്നലും വരും. അപ്പൊ അത് സത്യം പറഞ്ഞ ഒരു വലിയ പുണ്യപ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ അതിന് അനുമോദിക്കുന്നു ട്രസ്റ്റ് മെമ്പേഴ്സിനെ. പിന്നെ അത് കൂടാണ്ട് തന്നെ വൈദ്യ സഹായവും അതേപോലെ നേരത്തെ പറയണ്ടായിരുന്നു ചന്ദനത്തെ മരം കൊടുക്കാൻ പോകണമെന്നുള്ളത്. അതൊക്കെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സ്കോളർഷിപ്പുകളുടെ വിതരണവും അവർ നിർവഹിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗം സരോജിനി സുധാകരൻ അധ്യക്ഷയായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം രുക്മിണി സുബ്രഹ്മണ്യൻ, KSSPU വല്ലച്ചിറ യൂണിറ്റ് സെക്രട്ടറി ഗോപിനാഥൻ, തേവർ ജയന്തി റോഡ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജയപ്രകാശ് മണക്കുന്നത്ത്, തൈക്കൂട്ടത്തിൽ അനൂപ്, വേലായുധൻ കൈതക്കാപ്പുഴ എന്നിവർ വിദ്യാഭ്യാസ ചികിത്സാ സഹായ വിതരണം നിർവഹിച്ചു.
പ്രോഗ്രാം കൺവീനർ KV സുരേഷ് ബാബു, ബിന്ദു രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന വൃക്ഷത്തൈ വിതരണം കൈതയ്ക്കാപ്പുഴ കുടുംബക്ഷേമ സഭാ സെക്രട്ടറി KK മുരളീൻ നിർവഹിച്ചു. പാലിയേക്കര ടോൾ പ്ലാസയിൽ മാരക മയക്കുമരുന്നായ MDMAയുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘവും പുതുക്കാട് പോലീസും ചേർന്നായിരുന്നു അറസ്റ്റ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് പ്രതികൾ പിടിയിലായത്. കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലം സ്വദേശിയും നിലവിൽ പറവൂർ KNK ജംഗ്ഷന് സമീപം വാടക വീട്ടിൽ കഴിയുന്ന കുന്നത്ത് ചെത്തിപ്പാടത്ത് വീട്ടിൽ അഫ്നാൻ, കുന്നംകുളം മേത്തല സ്വദേശി വേണാട്ട് വീട്ടിൽ ഷൈൻ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 90 ഗ്രാം MDMA അന്വേഷണ സംഘം പിടിച്ചെടുത്തു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ബാംഗ്ലൂരിൽ നിന്ന് ആലുവയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിലാണ് പ്രതികൾ MDMA കടത്തിയത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ വെച്ച് ബസ്സിറങ്ങിയ പ്രതികളെ കാത്തുനിന്ന പോലീസ് സംഘം പിടികൂടുകയായിരുന്നു. വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്നതാണ് പിടിച്ചെടുത്ത MDMA. പ്രതികളിൽ ഷൈൻ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ MDMA കടത്തിയ കേസിലും KSRTC ബസ് കണ്ടക്ടറെ ആക്രമിച്ച ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലും മനുഷ്യജീവന് അപകടമുണ്ടാക്കും വിധം വാഹനമോടിച്ച കേസിലും പ്രതിയാണ്. പ്രതി അഫ്നാൻ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മനുഷ്യജീവന് അപകടമുണ്ടാക്കും വിധം പ്രവർത്തിച്ച കേസിലും പ്രതിയാണ്. വെങ്ങടിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയിൽ ചങ്ങാത്തക്കളരി ക്യാമ്പിന് തുടക്കമായി. ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ സമഗ്ര വികസനത്തിലുള്ളതാണ് ക്യാമ്പ്. ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ഡയറക്ടർ ജോളി ജോയ് ആലുക്ക ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ തന്നെ ഭിന്നശേഷിയുള്ള പല കുട്ടികളായിട്ട് ഞാൻ അവിടുത്തെ സ്കൂളുകളിൽ പോകാറുണ്ട്. അവരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കാറുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യാറ്. അപ്പം അങ്ങനെ എനിക്ക് കുറേ കുട്ടികൾ വരുമ്പോൾ അവർ ഇതുപോലത്തെ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു സ്കൂളുകളിൽ പല കാറ്റഗറിയിലുള്ള കുട്ടികളാണ്. അപ്പോൾ അവർ വീട്ടിൽ വരുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാകും. കുറേ ഡാൻസ് കളിക്കാം, ശോഭ കാണാം, ശോഭയിൽ സിനിമ കാണാൻ പറ്റും, നല്ല ഫുഡ് കിട്ടും. അപ്പം ഞാൻ എല്ലാ വർഷവും അവരെ കൊണ്ടുവരും വീട്ടിൽ. അങ്ങനെ അത് ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമാണ്. എന്താ വെച്ചാൽ പറഞ്ഞാൽ നല്ല അനുസരണം, ടീച്ചേഴ്സ് പറഞ്ഞാൽ ശരിക്കും നമ്മൾ പറയുന്നതൊക്കെ കേൾക്കും. ഒരു 2 മണിക്കൂർ അവർ കൃമത്ത് പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് കളിക്കും അവിടെ നിന്ന്. അത് നമ്മളൊപ്പം കളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ എനിക്കറിയില്ല, ഇതുപോലെ ക്ലാസ്സിൽ ഇരുന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഓരോ കുട്ടികളെ വെച്ച് ഇങ്ങനെ ചെയ്യുന്നതൊന്നും എനിക്കറിയില്ല. എൻ്റെ വിചാരം അവരുടെ സന്തോഷം ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കറിയില്ല അതിനെ പറ്റിയിട്ടൊന്നും. അപ്പം ഈ ഭിന്നശേഷിയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർക്ക് പലതരത്തിലുള്ള കഴിവുകളുള്ള കുട്ടികളെ ഞാനിങ്ങനെ കൊണ്ടുവരുന്നതിൽ ഒരു കുട്ടി കർണാടക സംഗീതം പഠിച്ചിട്ട് ദുബായിലുണ്ടായിരുന്ന കുട്ടിയാണ്. അത് സെൻറ് ജോസഫ്സ് സ്കൂളിൽ കുറച്ച് നാളുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ പാട്ട് കേട്ട് നമ്മൾ ഇവൾക്ക് എന്താ കുറവുള്ളതെന്ന്. അപ്പം ഓരോരുത്തരുടെ കഴിവുകൾ കാണുമ്പോൾ നമുക്ക് തോന്നും എന്താണ് ഇവർക്കുള്ള കുറവെന്ന്. അപ്പം ഇതുപോലെയുള്ള ഈ അഡാപ്റ്റ് സൊസൈറ്റിയുടെ ചങ്ങാത്തക്കളരിയിൽ ഓരോ കുട്ടികളും ഇതുപോലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവർ പരിശ്രമിക്കുമ്പോൾ കുറേ കുട്ടികൾക്ക് നല്ല രീതിയിൽ നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ സമഗ്ര വികസനത്തിന് ഉപകരിക്കുമെന്ന തിരിച്ചറിവാണ് വർഷം തോറും ക്യാമ്പ് സംഘടിപ്പിക്കാൻ പ്രേരണയായതെന്ന് അധ്യക്ഷനായ അഡാപ്റ്റീവ് പ്രസിഡന്റ് AV സണ്ണി പറഞ്ഞു. ബിഗ് ബോസ് താരം അനീഷ്, എഴുത്തുകാരനും ഗാന്ധിയനുമായ K. അരവിന്ദാക്ഷൻ എന്നിവർ മുഖ്യാതിഥികളായി. AM വക്കച്ചൻ, ബിന്ദു കിഷോർ, AA വോഗീസ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ശിശുക്ഷേമ സമിതി അംഗം അനിൽ പരക്കാടാണ് ക്യാമ്പിന്റെ ഡയറക്ടർ. 80 കുട്ടികളാണ് ചങ്ങാത്തക്കളരി ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കൂടാതെ 40ഓളം രക്ഷിതാക്കളും ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. കടുത്ത വേനൽ പരിഗണിച്ച സൊസൈറ്റിയിലെ ശീതീകരിച്ച ഹാളിലാണ് ക്യാമ്പ് നടക്കുന്നത്. 10 ദിവസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പിൽ 3 നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്നു. പ്രായോഗിക ജീവിത പരിശീലനം, അറിവുകൾ തേടി പങ്കുവയ്ക്കൽ, സാമൂഹ്യ ഇടപെടൽ, ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയാണ് ക്യാമ്പ് ലക്ഷ്യമിടുന്നത്. ചേർപ്പ് കിഴക്കൂട്ട് തറവാട് കുടുംബക്ഷേത്രത്തിൽ തോറ്റംപാട്ട് മഹോത്സവം ആഘോഷിച്ചു. ഗണപതി ഹോമത്തിനു ശേഷം ബ്രഹ്മരക്ഷസന് പാൽപായസ പൂജ നടത്തി. തുടർന്ന് ഭഗവതിക്ക് പായസം നിവേദ്യം സമർപ്പിച്ചു. ദീപാരാധനയ്ക്ക് ശേഷം കേളി, കലശം, ഗുരുനാഥസ്വാമി, മുത്തപ്പൻ, കരിങ്കുട്ടി, വിഷ്ണുമായ സ്വാമിമാരുടെ കളം, തുടർന്ന് കളത്തിൽ നൃത്തവും നടന്നു. ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക അരങ്ങേറി. തോറ്റംപാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി പ്രസാദ വിതരണവും നടന്നു. ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് സംഗീതാരവം തീർത്ത പൂരപ്രണയം ആൽബം പുറത്തിറക്കി. പൂരം പ്രമേയമായ 8 ആൽബങ്ങൾ ഒരുക്കിയ ഹരി P. നായർക്ക് തൃശൂരിന്റെ സ്നേഹാദരം. ഇത്തവണത്തെ തൃശൂർ പൂരത്തിന് 8 കൂട്ടം പാട്ടാണ് ഗാനരചയിതാവും സംവിധായകനുമായ ഹരി P. നായർ ഒരുക്കിയത്. അദ്ദേഹത്തിനായുള്ള സ്നേഹാദരവ് കൂടിയായി തൃശൂർ ലിറ്റററി ഫോറവും സാഹിതിയും ചേർന്നൊരുക്കിയ പ്രകാശന ചടങ്ങ്. പൂരപ്രണയം എന്ന പേരിലുള്ള തൃശൂർ പൂരം ആൽബത്തിന്റെ പ്രകാശന കർമ്മം നടൻ ജയരാജ് വാര്യർ നിർവഹിച്ചു. നോവലിസ്റ്റ് K. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി.
നടിയും നർത്തകിയുമായ രചന നാരായണൻകുട്ടി, ഗായകൻ രഞ്ജിത്ത് ഉണ്ണി, വാദ്യകലാകാരൻ കൊടകര ഉണ്ണി, അപർണ ബാലകൃഷ്ണൻ തുടങ്ങിയവർ പൂരപ്രണയം ആൽബത്തിന് വിജയാശംസ നേർന്നു. നിരവധി പ്രതിഭകളുടെ സർഗാത്മകമായ സംഭാവനകൾ ഓരോ ആൽബങ്ങളുടെയും പൂർത്തീകരണത്തെ പിന്തുണച്ചതായി സ്നേഹാദരം ഏറ്റുവാങ്ങിയ ഹരി പി നായർ പറഞ്ഞു. പൂരപ്രണയം എന്ന തൃശൂർ പൂരം ആൽബത്തിന്റെ രചയിതാവും സംവിധായകനുമെന്ന അപൂർവതയും ഹരി പി നായർക്കുള്ള അംഗീകാരമാവുകയാണ്. ഓരോ വലിയ കാറ്റ് വരുമ്പോഴും കൊടുങ്കാറ്റായി വരുന്നു എന്ന് പറഞ്ഞ പോലെ അതിഗംഭീരങ്ങളായ പാട്ടുകൾ അവതരിപ്പിക്കുമ്പോൾ ഞാൻ എന്നും അത് കാണും, വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ചരിത്രത്തിനെ എടുത്തു പറയുന്ന കലകൾ വലിയൊരു ഡോക്യുമെന്റേഷനാണ്. ഇങ്ങനൊരു ആദരം അനുമോദനം തന്ന സാഹിതിയോട് ആദ്യമായി നന്ദി പറയുന്നു. ഇത് ഞാൻ എഴുതുന്നു എന്നതിൻ്റെ അപ്പുറത്ത് ഇത് ഓരോന്നും പൂർത്തിയാകാനായിട്ട് അതിൻ്റെ പിന്നിൽ അണിചേർന്നിരുന്ന അസംഖ്യം ആളുകളുണ്ട്. വരികളും സംഗീതവും ചേരുമ്പോഴാണ് നല്ലൊരു പാട്ട് ഉണ്ടാവുന്നത്. ചെറുപ്പം മുതൽ തന്നെ ഇതിലൊരു വാസന ഉണ്ടായിരുന്നത് അച്ഛനും അമ്മയും. ഞങ്ങളത് ആ സമയത്തൊക്കെ വേണ്ട പോലെ ചെയ്യാൻ സാധിച്ചു എന്ന ഒരു കൃതാർത്ഥത. തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളിയിൽ തിരുഹൃദയത്തിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും ഊട്ടുതിരുനാൾ പന്തലിന് കാൽനാട്ടി. ജൂൺ 7 തിരുഹൃദയത്തിന്റെയും ജൂൺ 9 വിശുദ്ധ അന്തോണീസിന്റെയും ഊട്ടുതിരുനാൾ ആഘോഷിക്കും. 2 ലക്ഷത്തോളം പേരാണ് ഊട്ടുതിരുനാളിൽ പങ്കെടുക്കുക. ഊട്ടുതിരുനാൾ ആഘോഷത്തിനായുള്ള പന്തലിന്റെ കാൽനാട്ടുകർമ്മം തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. ലത്തീൻ പള്ളി വികാരിയും വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രം റെക്ടറുമായ ഫാദർ ഷൈജൻ കളത്തിൽ, സഹവികാരി അജയ് ആന്റണി പുത്തൻപറമ്പിൽ, മദർ സുപ്പീരിയർ സിസ്റ്റർ സൂര്യ, ജനറൽ കൺവീനർ ബ്രിസ്റ്റോ തൈപ്പാടത്ത്, പന്തൽ കമ്മിറ്റി കൺവീനർ CL ബെന്നി, സാംസൺ ഓടത്തിങ്കൽ, ജോയിന്റ് ജനറൽ കൺവീനർമാരായ അനിൽ മണിത്തോട്ടം, ജോൺലി മാത്യു, ഡാഫി ആന്റണി, പാരിഷ് കൌൺസിൽ സെക്രട്ടറി ഡീന ജോൺസൺ, കേന്ദ്രസമിതി പ്രസിഡന്റ് ബെന്നി ചക്കാലയ്ക്കൽ, സെക്രട്ടറി RS ഷാരോൺ, കൈക്കാരന്മാരായ റോമി തോമസ്, മൈക്കിൾ നോറോണ, രാജീവ് ജോസഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തിരുനാളിൽ എല്ലാ വിശ്വാസികൾക്കും വോളണ്ടിയർമാരും പ്രസുതേന്തിമാരുമാകുവാൻ അവസരമുണ്ടായിരിക്കും. തിരുനാൾ പ്രസുതേന്തി കൂപ്പണും നേർച്ച കൂപ്പണുകളും ഓഫീസിൽ ലഭ്യമാണ്. 3.5 പതിറ്റാണ്ടുകാലം മുൻപുള്ള സ്കൂൾ പഠനകാല ഓർമ്മകൾക്ക് പുനഃസമാഗമം ഒരുക്കി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. ചാഴൂർ SNM ഹൈസ്കൂളിലെ 1988-89 ബാച്ച് വിദ്യാർത്ഥികളുടേതായിരുന്നു പ്രഥമ ഒത്തുചേരൽ. സ്കൂൾ പഠനകാലം കഴിഞ്ഞ 37 വർഷങ്ങൾക്കു ശേഷം ആദ്യമായാണ് ചാഴൂർ SNM ഹൈസ്കൂളിലെ പഴയ സഹപാഠികൾ വീണ്ടും ഒന്നിച്ചത്. ഗൃഹാതുരത്വം പേറുന്ന ഓർമ്മകൾക്ക് ചൂടുപകരാൻ ക്ലാസ് മുറികളിലെ പഠന നിമിഷങ്ങൾ വീണ്ടും പുനരാവിഷ്കരിച്ചു. അധ്യയനത്തിന് തുടക്കമിട്ട മണിമുഴക്കിയ പിയൂൺ, ഹാജർ വിളിക്കുന്ന അധ്യാപകൻ, ഇവയെല്ലാം ഗൃഹാതുരത്വമുള്ള ഓർമ്മകളാണ് പഴയ സഹപാഠികൾക്ക് സമ്മാനിച്ചത്. ചാഴൂർ SNM ഹൈസ്കൂളിൽ പിയൂണായിരുന്ന വേണു പഠനകാല ഓർമ്മകൾക്ക് ബെല്ലടിച്ചു. ഈ സമയം പഴയ സഹപാഠികൾ തങ്ങളുടെ ഇരിപ്പിടങ്ങളിലെത്തി. ക്ലാസ് ടീച്ചറായിരുന്ന രവീന്ദ്രൻ മാസ്റ്ററുടെ ഹാജർ വിളിയെത്തി. ഇതിനിടെ അസംബ്ലിയെ ഓർമ്മിപ്പിക്കുന്ന പ്രതിജ്ഞ ചൊല്ലൽ. 4 ഡിവിഷനുകളിലായി 126 വിദ്യാർത്ഥികളായിരുന്നു 1988-89 ബാച്ചിലുണ്ടായിരുന്നത്. ഇതിൽ 110 പൂർവ്വ വിദ്യാർത്ഥികളും പ്രഥമ കൂട്ടായ്മയ്ക്കെത്തി. ഒപ്പം 21 അധ്യാപകരും. പഠനകാലത്ത് നാവിന് രുചി പകർന്ന ഉപ്പിലിട്ടതും തേൻനിലാവും ഗോലി സോഡയുമെല്ലാം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ഉണർവേകി. പ്രഥമ കൂട്ടായ്മ മുൻ സ്കൂൾ മാനേജറായിരുന്ന സുഗതൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ സജിത്ത് വണ്ടാരിക്കൽ അധ്യക്ഷനായി. പൂർവ്വ അധ്യാപകരെ പൂർവ്വ വിദ്യാർത്ഥികൾ ആദരിച്ചു. പ്രഥമ കൂട്ടായ്മയിൽ മാതൃവിദ്യാലയത്തിന് 4 ലക്ഷം രൂപ പൂർവ്വ വിദ്യാർത്ഥികൾ സമ്മാനിച്ചു. പുതിയ ബാൻഡ് സെറ്റ് ഉപകരണങ്ങൾക്കുള്ളതായിരുന്നു സമ്മാനത്തുക. ചേട്ടുവയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ദേശീയ ഫുട്ബോൾ താരമായ വിദ്യാർത്ഥി മരിച്ചു. അണ്ടർ 19 ദേശീയ സ്കൂൾ ഫുട്ബോൾ ജേതാക്കളായ കേരള ടീം അംഗമായിരുന്നു. ചേറ്റുവ GM UP സ്കൂളിന് സമീപം വട്ടംപറമ്പത്ത് വീട്ടിൽ ജലീലിന്റെ മകനാണ് 18-കാരനായ സിനാൻ. ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് ചേറ്റുവ GM UP സ്കൂളിന് മുന്നിൽ വെച്ച് സിനാൻ സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ സിനാന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വിദ്യാർത്ഥി ഉടൻ തന്നെ ചേറ്റുവ ലെവൽ ഓഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ ആദ്യം ചേറ്റുവ ഫീനിക്സ് മെഡിസിറ്റി ആശുപത്രിയിലും പിന്നീട് തൃശൂർ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു മരണം. 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ മലപ്പുറം തിരൂർ കൂട്ടായി മൗലാന മുഹമ്മദ് കുട്ടി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്പോർട്സ് ഹോസ്റ്റൽ വിദ്യാർത്ഥിയായിരുന്നു സിനാൻ. നിലവിൽ അത്താണിക്കൽ MIC സ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയായ സിനാൻ മുത്തൂറ്റ് FC താരമായിരുന്നു. സബ് ജൂനിയർ, ജൂനിയർ, അണ്ടർ 19, അണ്ടർ 20 വിഭാഗങ്ങളിലായി സംസ്ഥാന തലത്തിൽ മലപ്പുറം ജില്ലയ്ക്കും ഒഡീഷയിൽ നടന്ന ജൂനിയർ BC റോയ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലും ഈ വർഷം ദേശീയ സ്കൂൾ അണ്ടർ 19 ഫുട്ബോൾ കിരീടം നേടിയ കേരള ടീമിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരം കൂടിയായിരുന്നു സിനാൻ.
അതിരപ്പിള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഹോട്ടലിന് നാശനഷ്ടം. മുൻവാതിൽ തകർത്ത കാട്ടാന ഹോട്ടലിലെ സാധനങ്ങൾ നശിപ്പിച്ചു. അതിരപ്പിള്ളി പിള്ളപ്പാറ എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപം കാളിയാടൻ ജോൺസന്റെ ഹോട്ടലാണ് കാട്ടാന ആക്രമിച്ചത്. തിങ്കളാഴ്ച അർദ്ധരാത്രിയിലാണ് സംഭവം നടന്നത്. പെരിങ്ങൽകുത്ത് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലെ ജീവനക്കാരനാണ് ജോൺസൺ. ഹോട്ടലിനോട് ചേർന്നാണ് ജോൺസണും ഭാര്യയും മകളും ഉൾപ്പെടുന്ന കുടുംബം താമസിക്കുന്നത്. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ വലിയ ശബ്ദം കേട്ടുണർന്നതായിരുന്നു ജോൺസന്റെ ഭാര്യയും മകളും. മുൻവാതിൽ തകർത്ത് ഹോട്ടലിൽ കയറിയ കാട്ടാന ഇതിനിടെ സാധനങ്ങൾ പലതും നശിപ്പിച്ചിരുന്നു. സംഭവ സമയം ജോൺസൺ വീട്ടിലുണ്ടായിരുന്നില്ല. വീട്ടുകാർ ഉടൻ തന്നെ ബഹളം വെച്ച് കാട്ടാനയെ പ്ലാന്റേഷൻ എണ്ണപ്പന തോട്ടത്തിലേക്ക് തുരത്തുകയായിരുന്നു. വടക്കാഞ്ചേരി എങ്കക്കാട് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. വാഴാനി കാക്കിനിക്കാട് സ്വദേശി നെല്ലിച്ചോട്ടിൽ വീട്ടിൽ കൃഷ്ണൻകുട്ടിയുടെ മകൻ 31 വയസ്സുള്ള അഖിലാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ ഓട്ടുപാറ വാഴാനി റോഡിൽ എങ്കക്കാട് കയറ്റത്തായിരുന്നു അപകടം. സ്കൂട്ടറിൽ വാഴാനി ഭാഗത്തേക്ക് പോവുകയായിരുന്നു അഖിൽ. ഈ സമയം എതിരെ വന്ന കാർ അഖിൽ സഞ്ചരിച്ച ബൈക്കിലിടിച്ചായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ അഖിലിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രവാസിയായ അഖിൽ അവധിക്ക് നാട്ടിലെത്തി ഇലക്ട്രീഷ്യൻ ജോലി ചെയ്യുകയായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,235 രൂപ, പവന് 1,13,880 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃശൂർ മുണ്ടത്തിക്കോട് പൂരം വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രത്തിൽ ഉഗ്രസ്ഫോടനം. 40ഓളം തൊഴിലാളികൾക്ക് പൊള്ളലേറ്റു. പനകുളം കൈതക്കാപ്പുഴ കുഞ്ഞക്കൻ രാമകൃഷ്ണൻ ജന്മദിന അനുസ്മരണം സംഘടിപ്പിച്ചു. ചടങ്ങിൽ സ്കോളർഷിപ്പ് ചികിത്സാ സഹായ വിതരണവും നടന്നു. പാലിയേക്കര ടോൾ പ്ലാസയിൽ മാരക മയക്കുമരുന്നായ MDMA-യുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘവും പുതുക്കാട് പോലീസും ചേർന്നായിരുന്നു അറസ്റ്റ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.